നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്ന 300 കണ്ണുകൾ. അവയുടെ പിടിയിൽപ്പെടാതെ ഭൂമിയിൽ ഒരു ഉറുമ്പ് പോലും ചലിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് വെറും 100 മീറ്റർ അകലെ വന്ന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മനുഷ്യനെയും തന്റെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്നു. രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനവും മിലിറ്ററി പ്രതിരോധങ്ങളും അട്ടിമറിക്കപ്പെടുന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് മുകളിലുള്ള ആ ശക്തി മാത്രം. പറഞ്ഞു വരുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിലെ ദൃശ്യങ്ങളൊന്നുമല്ല. ഭൂമിക്ക് മുകളിൽ തുറുകണ്ണും പായിച്ചു നിൽക്കുന്നത് ചൈനീസ് ചാര ഉപഗ്രഹങ്ങളാണ്. ഒന്നും രണ്ടുമല്ല, 300 ഉപഗ്രഹങ്ങളാണ് നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻനിര സ്പൈ ക്യാമറകളുമായും പരമ്പരാഗത ദൂരദർശിനികളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ 100 മടങ്ങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രകടന വർധനവാണ് ഇത് എന്നാണ് താരതമ്യങ്ങൾ പറയുന്നത്. അത്യാധുനിക ചാര നിരീക്ഷണ സംവിധാനവുമായി ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് ചൈനയാണ്. ബഹിരാകാശത്തു നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ളവരുടെ മുഖം പോലും വ്യക്തമായി പകർത്താൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പൈ ക്യാമറയാണ് ബെയ്ജിംഗിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള കാര്യങ്ങൾ മുമ്പ് സാധിക്കാത്ത വിധത്തിൽ വിശദമായി നിരീക്ഷിക്കാൻ ചൈനയുടെ ഈ പുതിയ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും. ചൈനയിലെ അക്കാദമി ഓഫ് സയൻസിന്റെ എയ്റോസ്പേസ് ഇൻഫർമേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ചൈനീസ് ജേണൽ ഓഫ് ലേസേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനത്തിൽ ഈ കണ്ടെത്തലുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ ബഹിരാകാശത്തുള്ള വിദേശ മിലിറ്ററി സാറ്റലൈറ്റുകളുടെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോകൾ എടുക്കാനും ക്യാമറയ്ക്ക് സാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ എയ്റോസ്പേസ് ഇൻഫർമേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൃഷ്ടിച്ച ഈ നൂതന സംവിധാനം ലേസർ അധിഷ്ഠിത ഇമേജിംഗിന്റെ വളരെ സങ്കീർണമായ ഒരു രൂപമായ സിന്തറ്റിക് അപ്പർച്ചർ ലിഡാർ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ക്യുങ്ഹായ് തടാകത്തിന് കുറുകെ ശാസ്ത്രജ്ഞർ പുതിയ സംവിധാനം ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തിയെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. ദ്വിമാന അല്ലെങ്കിൽ ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരുതരം ലേസർ റഡാറായ സിന്തറ്റിക് അപ്പർച്ചർ ലിഡാർ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പരീക്ഷണം എന്ന് പറയുന്നു. ഇതിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ദൂരങ്ങളിൽ നിന്ന് മില്ലിമീറ്റർ ലെവൽ റെസൊല്യൂഷൻ കൈവരിക്കാനുള്ള കഴിവ് ഗവേഷകർ തെളിയിച്ചതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ദീർഘദൂരങ്ങളിൽ നിന്നും ഇത്രയും ഉയർന്ന കൃത്യത കൈവരിക്കാൻ ബുദ്ധിമുട്ടുള്ള പഴയ ഇമേജിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ലളിതമായി പറയുകയാണെങ്കിൽ 100 കിലോമീറ്റർ അകലെ നിന്ന് 1.7 മില്ലിമീറ്റർ വരെ ചെറിയ വിശദാംശങ്ങൾ പോലും ക്യാമറയ്ക്ക് റിസോൾവ് ചെയ്യാൻ കഴിയും. മറ്റ് ബീം സ്കാനിംഗ് റഡാർ ഇമേജറി സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് മികച്ച റെസൊല്യൂഷൻ ചിത്രങ്ങൾ നൽകുന്നതിന് ലേസർ സിഗ്നലുകൾ, ബ്രോഡ് ഫീൽഡ് വിഷൻ, നൂതന അൽഗോരിതങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന സിന്തറ്റിക് അപ്പർച്ചർ ലിഡാർ സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലാണ് ഈ ശക്തമായ ക്യാമറ പ്രവർത്തിക്കുന്നത്. മുൻപത്തെ SIR സിസ്റ്റങ്ങൾ കൂടുതൽ തരംഗദൈർഘ്യമുള്ള മൈക്രോവേവ് വികിരണത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇത് കാരണം കുറഞ്ഞ റെസൊല്യൂഷൻ ചിത്രങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഈ പുതിയ സംവിധാനം ഒപ്റ്റിക്കൽ തരംഗദൈർഘ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അവയ്ക്ക് മൈക്രോവേവുകളേക്കാൾ വളരെ കുറഞ്ഞ തരംഗദൈർഘ്യമാണ് ഉള്ളത്. ഇവ വ്യക്തമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നതാണ്. ലേസർ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ അതിശക്തമായ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വാർത്ത മറ്റു രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതൊരു വൻ സുരക്ഷാ ഭീഷണി തന്നെയാണ് എന്നാണ് അസോസിയേഷൻ ഓഫ് ഫോമർ ഇന്റലിജൻസ് ഓഫീസേഴ്സ് അംഗം റോബർട്ട് മോട്ടർ പ്രതികരിച്ചത്. ഈ പുതിയ സാങ്കേതികവിദ്യയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്, പ്രത്യേകിച്ച് സൈനിക ഇന്റലിജൻസിന്റെ കാര്യത്തിൽ. താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ പകർത്താനുള്ള കഴിവ് ഉപയോഗിച്ച് ചൈനയ്ക്ക് വിദേശ ഉപഗ്രഹങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും സൈനിക രഹസ്യങ്ങൾ കണ്ടെത്താനും ബഹിരാകാശ പേടകങ്ങളിലെ ദുർബലതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. ഇതുകൂടാതെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ ട്രാക്ക് ചെയ്യാനും കൂട്ടിയിടുകൾ തടയാനും ബഹിരാകാശ ഗതാഗത മാനേജ്മെന്റ് മെച്ചപ്പെടുത്താനും എല്ലാം ഈ ക്യാമറ കൊണ്ട് സഹായകമാണ്. സൈനിക ആവശ്യങ്ങൾക്കപ്പുറം ആഗോള ബഹിരാകാശ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുമെന്ന് പറയുന്നു. API കമ്പനിയിലെ ഉദ്യോഗസ്ഥയും കമ്പ്യൂട്ടർ വിദഗ്ധയുമായ ജൂലിയ ഐമോണിയർ ലിങ്ക്ഡിൻ പോസ്റ്റിൽ പറഞ്ഞത് വല്യേട്ടൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നാണ്. അടുത്ത തലമുറയിലെ ബഹിരാകാശ നിരീക്ഷണം എത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണത് എന്നാണ് പറയുന്നത്.
ചാരവൃത്തിക്കുള്ള പുതിയ ക്യാമറ വികസിപ്പിച്ചത് ചൈനയുടെ അക്കാദമി ഓഫ് സയൻസസ് എയ്റോസ്പേസ് ഇൻഫർമേഷൻ റിസർച്ച് ആണ്. സിന്തറ്റിക് അപ്പർച്ചർ ലെഡാർ സാൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ സിസ്റ്റമാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇത് ഒരു റിമോട്ട് സെൻസിംഗ് ടെക്നോളജിയാണ്. ഒരു പൾസ് അയക്കുന്നു, അത് ലക്ഷ്യത്തിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചെത്തുന്നത് രേഖപ്പെടുത്തി എടുക്കുന്നു. ഇതാണ് SAL സിസ്റ്റം ചെയ്യുന്നത്. ഇതിന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. SALന് ഭൂമിയിലുള്ള പ്രതലങ്ങളുടെ ദ്വിമാനതയും ത്രിമാനതയുമുള്ള പ്രതലങ്ങൾ പുനർസൃഷ്ടിക്കാനാകും. വിവിധ കാലാവസ്ഥകളിലും പ്രവർത്തിക്കാനാകും. ഒപ്റ്റിക്കൽ തരംഗങ്ങളെ ആശ്രയിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഭേദപ്പെട്ട രീതിയിൽ വിശദാംശങ്ങൾ കാണാനും ഏറ്റവും മികച്ച റെസല്യൂഷനോടെ അത് രേഖപ്പെടുത്തിയെടുക്കാനും സാധിക്കും. ക്വാണ്ടം ലീപ്പ് എന്ന വിവരണവും ഈ ടെക്നോളജിക്കുണ്ട്. ചൈനയുടെ വടക്കു പടിഞ്ഞാറ് മേഖലയിലുള്ള ക്യുഗായ് തടാകത്തിന് കുറുകെയാണ് ഇതിന്റെ പ്രവർത്തനം വിജയകരമായി പരീക്ഷിച്ചത്. സാൽ സിസ്റ്റം ഉൾക്കൊള്ളിച്ച സംവിധാനം ഒരിടത്തും ലക്ഷ്യസ്ഥാനം ഏകദേശം 101.8 കിലോമീറ്റർ അകലെ സ്ഥാപിച്ചുമായിരുന്നു പരീക്ഷണം നടത്തിയത്. ഭൗമ നിരീക്ഷണത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇമേജിംഗ് ടെക്നിക്കായ സാൽ ടെക്നോളജിയുടെ നൂതന പതിപ്പാണ് ഇത്. പരമ്പരാഗത ഫോട്ടോഗ്രാഫി സംവിധാനത്തിന് സാധ്യമല്ലാത്ത രീതിയിൽ ഡീഫ്രാക്ഷൻ ദൂഷ്യങ്ങൾ ഇല്ലാതെ ചിത്രീകരിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ടെക്നോളജിക്ക് പിന്നിലുള്ള സങ്കല്പത്തിനോട് ചേർന്നു നിൽക്കുന്നതാണ് സാൽ. സാൽ പ്രയോജനപ്പെടുത്തുന്നത് ഒപ്റ്റിക്കൽ വേവ് ലെങ്ത് ആണെങ്കിൽ സാർ പ്രയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ്. പരീക്ഷണഘട്ടത്തിൽ അസാധാരണ മികവോടെയാണ് 101.8 കിലോമീറ്റർ അകലെ നിന്ന് ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചത് എന്ന് പറയുന്നു. കേവലം 0.07 ഇഞ്ച് വലിപ്പമുള്ള ഇടം പോലും വ്യക്തതയോടെ ചിത്രീകരിച്ചു. 0.61 ഇഞ്ച്, അതായത് 15.6 മില്ലിമീറ്റർ ദൂരം വരെ അളന്നെടുത്തതും ഭീതിയോടെ അല്ലാതെ കാണാനാവില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. സാൽ സിസ്റ്റം ഒരു സാറ്റലൈറ്റിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ മികവുറ്റ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയെടുക്കാമെന്ന് ലൈവ് സയൻസ് പ്രസിദ്ധീകരണവും ചൂണ്ടിക്കാട്ടി. ചലിക്കുന്ന എന്തിലെങ്കിലും പിടിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ചൈനീസ് സാറ്റലൈറ്റുകളിലും ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനിലുമൊക്കെ പുതിയ സംവിധാനം ഇടം പിടിക്കും. ടിയാൻഗോങ് മണിക്കൂറിൽ 17,000 മൈൽ വേഗതയിലാണ് അതിന്റെ ഓർബിറ്റിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 300 ചാര സാറ്റലൈറ്റുകളുണ്ട് എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പറയുന്നത്. ഇതിൽ ഡിസംബർ 2023 വിക്ഷേപിച്ച യാഓഗാൻ 41 സാറ്റലൈറ്റിന് ഇന്തോ പസഫിക് മേഖലയിലെ കാറിന്റെ അത്ര വലിപ്പമുള്ള ഏതു വസ്തുവിനെയും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ കഴിവുകൾ വിപ്ലവകരമാണെങ്കിലും ഇതിനും ചില പരിമിതികളുണ്ട് എന്നതാണ് ആശ്വാസം. ഏതൊരു ഉയർന്ന പവർ ഇമേജിംഗ് സിസ്റ്റത്തെയും പോലെ ഇതിന്റെ ഫലപ്രാപ്തി പ്രധാനമായും അനുയോജ്യമായ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. കനത്ത മേഘങ്ങളോ കൊടുങ്കാറ്റുകളോ പോലുള്ള മോശം കാലാവസ്ഥ അതിന്റെ പ്രകടനത്തെ മന്ദഗതിയിലാക്കിയേക്കാം. ഇത് ഒപ്റ്റിക്കൽ ഇമേജിംഗ് സിസ്റ്റങ്ങളുടെ സാധാരണ പ്രശ്നമാണ്. എന്നിരുന്നാലും കൂടുതൽ സാങ്കേതിക പുരോഗതിയോടെ ഈ പ്രശ്നവും പരിഹരിക്കാനാകും. വേഗത്തിൽ ചലിക്കുന്ന ഉപഗ്രഹങ്ങൾ, അവശിഷ്ടങ്ങൾ തുടങ്ങിയ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. നിശ്ചല ചിത്രങ്ങൾ പകർത്തുന്നതിൽ ഈ സിസ്റ്റം മികച്ചതാണെങ്കിലും ചലിക്കുന്ന വസ്തുക്കളെ ട്രാക്ക് ചെയ്യുന്നത് കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും തുടർച്ചയായ വികസനത്തോടെ ഈ സിസ്റ്റത്തിന് ഇത്തരം ജോലികൾ കൈകാര്യം ചെയ്യാനും പ്രവർത്തനം കൂടുതൽ വികസിപ്പിക്കാനും കഴിയുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. നൂതന നിരീക്ഷണ സാങ്കേതിക വിദ്യകൾക്കായുള്ള ആഗോള മത്സരത്തിൽ ചൈനയെ ഈ വികസനം വളരെയധികം മുന്നിലെത്തിക്കുകയും ചെയ്യും. പരമ്പരാഗത ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങൾക്ക് വളരെ കുറഞ്ഞ ദൂരങ്ങളിൽ മാത്രമേ സമാനമായ റെസല്യൂഷൻ കൈവരിക്കാൻ കഴിയൂ. സാധാരണയായി 10 കിലോമീറ്ററിൽ കൂടരുത് എന്നാണ് പറയുന്നത്. സിന്തറ്റിക് അപ്പർച്ചർ ലീഡർ ഉപയോഗിച്ച് ചൈന ആ അതിരുകളെല്ലാം ഭേദിക്കുകയാണ്. 100 കിലോമീറ്ററിലധികം ദൂരങ്ങളിൽ കൃത്യമായ ഇമേജിംഗ് സാധ്യമാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലെ ഈ കുതിച്ചുചാട്ടം ബഹിരാകാശ അധിഷ്ഠിത ഇന്റലിജൻസ് നിരീക്ഷണത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തന്നെ കളമൊരുക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ചൈന ഇപ്പോൾ പരീക്ഷിച്ച ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സ്പൈ ക്യാമറ എന്നു മുതലാണ് പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്നത് എന്നതുൾപ്പെടെ പുതിയ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ചൈനീസ് ജേണൽ ഓഫ് ലേസേഴ്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവ പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി ലോകരാജ്യങ്ങൾ അല്പം ഭീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം സൈനിക കാര്യങ്ങളിലും ഇന്റലിജൻസ് കാര്യങ്ങളിലും എല്ലാമുള്ള പ്രൈവസി ഇതോടുകൂടി നഷ്ടപ്പെടുമെന്ന ഭീതി തന്നെയാണ് ഇതിനു പിന്നിലുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.